അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നല്ലത്. ആധ്യാത്മികതയിൽ ഒരു ഉണർവും വിശുദ്ധ സ്ഥലം സന്ദർശിക്കാനുള്ള ഭാഗ്യവും ആന്തരിക സമാധാനം നേടാൻ അത് ഉപകരിക്കും. എവിടേക്ക് പോകണമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ ആകാംക്ഷ അതിനുള്ള വഴി കണ്ടെത്തും. ഏരിസ് റൊമാൻസ്. ഇന്നു മുഴുക്കെ നിങ്ങൾ പങ്കാളിയുമൊത്തെ ചില്ലറ വഴക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരുപക്ഷെ എന്തിനെന്നറിയാതെ. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ വെറുതെ പങ്കാളിയെ ആക്രമിക്കുന്നതിലല്ല. പങ്കാളിയെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ആരോഗ്യസമ്പുഷ്ടമായ ഈ ബന്ധത്തിൽ അതൃപ്തിയുടെ വിത്തുകൾ പാകുകയായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നതിനായി ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം ഉപയോഗിക്കുക. ഏരിസ് കരിയർ. ചില കാര്യങ്ങൾ നേരാംവിധം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വയം അത് ചെയ്യണം എന്ന പാഠം ഇന്ന് നിങ്ങൾ പഠിക്കണം. കഠിനമായ രീതിയിൽ ഇത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നിങ്ങൾ സ്വയം പരിശോധിക്കാതെ, നിങ്ങളുടെ സുവ്യക്തമായ നിർദ്ദേശം അനുസരിക്കാതെ നിങ്ങളുടെ ജോലികൾ മറ്റുള്ളവർ പൂർത്തിയാക്കിയെന്ന് സമ്മതിച്ചതായി കണക്കാക്കരുത്. ഏരിസ് ഫൈനാൻസ്. വസ്തുവ്യാപാരവുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇന്ന് ലാഭം കാണും. നിങ്ങളുടെ കൈവശമുള്ള ആ കുടുംബസ്വത്ത്, ആ ചെറിയ തുണ്ടു ഭൂമി വിൽക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. ശരിയായ ഒരു ആവശ്യക്കാരനെ കണ്ടെത്തിയാൽ നിങ്ങൾക്കതിൽ നിന്നും നല്ല ലാഭം ലഭിക്കും. നിങ്ങളുടെ കണ്ണ് ഒരു പുതിയ വസ്തുവിന്റെ മുകളിലാണെങ്കിൽ അത് വാങ്ങുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് അനുകൂലമായ ഒരു കരാർ ഉണ്ടാകും. അതുമൂലം ഭാവിയിൽ നല്ല പ്രതിഫലവും. ഏരിസ് ഹെൽത്ത്. ശ്രദ്ധിക്കുക. അപകട സാധ്യതയുള്ള കാലമാണ്. വണ്ടി ഓടിക്കുമ്പോഴും മൂർച്ചയുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. യന്ത്ര സാമഗ്രികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മനസ്സ് മറ്റെവിടേക്കെങ്കിലും അലയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ചെറിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ടോറസ് ഓവർവ്യൂ. താളാത്മകതയും സംഗീതാത്മകതയും ഇന്ന് വീട്ടിൽ മുഴങ്ങി നിൽക്കും. ഇത് കുടുംബത്തോടുകൂടെ ഒരുമിച്ച് ജീവിച്ച് പ്രശ്നങ്ങളെ തന്മയത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക സമയമാണ്. നിങ്ങൾക്കിടയിലെ ബന്ധം ദൃഢമാക്കുന്നതിനും സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ആഴത്തിൽ സ്നേഹത്തോടെ ആയിരിക്കുന്നതിനും വിശ്വസ്തതയും സംസാരവും വർദ്ധിപ്പിക്കുന്നു. ടോറസ് റൊമാൻസ്. അനുരാഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് സാധ്യത കാണുന്നു. ഒരു പഴയ പങ്കാളി അല്ലെങ്കിൽ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയേക്കാം. ഇന്നലെ വരെ നിങ്ങൾ ഇരുവരും ഒന്നിച്ചായിരുന്നുവെന്ന ഓർമ്മകൾ നിങ്ങളിലേക്ക് അലയടിച്ചെത്തും. പക്ഷേ ഈ വ്യക്തിയുമായി വല്ലാതെ ഇപ്പോൾ അടുക്കരുത്. അവർ വീണ്ടും അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർ കൊണ്ടുവരുന്ന സ്മൃതികൾ ആസ്വദിക്കുക. ടോറസ് കരിയർ. ലക്ഷ്യപ്രാപ്തിക്കായി നിരന്തരമായുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങളെ സഹായിക്കും. ഔദ്യോഗിക രംഗത്തെ ഇടയ്ക്കിടെയുള്ള ചെറിയ തുടുപ്പുകളും കുതിപ്പുകളും കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകുമെന്ന് കരുതരുത്. ലക്ഷ്യം പ്രാപിക്കുവാനായി നിരന്തരമായി സുസ്ഥിരമായ പ്രവർത്തനം ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മേലാളന്മാരുടെ ബഹുമാനത്തിനും കാരണമാക്കും. ടോറസ് ഫൈനാൻസ്. മാനേജർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രവൃത്തി വിജയത്തിനായി വാർത്താവിനിമയം മെച്ചപ്പെടുത്തേണ്ടി വരും. നിങ്ങൾ എത്ര നല്ലതാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ ബോധിപ്പിക്കുവാൻ ഇപ്പോഴായാൽ ഔദ്യോഗിക ഉയർച്ചയ്ക്കായി നിങ്ങളെ അവർ തിരഞ്ഞെടുക്കും. ശ്രദ്ധയോടെ ഇരുന്ന ഈ അവസരം നഷ്ടപ്പെടുന്നില്ലെന്ന് തീർച്ചയാക്കുക. നിങ്ങളിൽ ചിലർക്ക് വിദേശത്തെ ഒരു ജോലി ലഭിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട്. അത് നിങ്ങളെ തേടി എത്തുന്നുവെങ്കിൽ അതിനു മുകളിലേക്ക് ചാടി വീഴുക. അത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം നൽകും. ടോറസ് ഹെൽത്ത്. നിങ്ങളുടെ നിലവാരം അപേക്ഷിച്ച് ഇന്ന് നിങ്ങളുടെ ആകാംക്ഷ വളരെ കൂടുതലാണെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കവും. ഇത് ജോലിസ്ഥലത്തെയും വീട്ടിലെയും മർദ്ദങ്ങൾ മൂലമാണ്. പിന്തുണയ്ക്കായി നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളുടെ ചുമതലകൾ മറക്കാതിരിക്കുക. ജീവിതത്തിന്റെ വലിയ ചിത്രം കാണുക. ജെമിനി ഓവർവ്യൂ. മത്സരങ്ങളിൽ കൂർമ്മമായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. നിങ്ങളുടെ അറിവും വിജ്ഞാനപരവും വ്യാപാരത്തിലെ കഴിവും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഉപയോഗിക്കുക. ജെമിനി റൊമാൻസ്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുമായി ഈ അടുത്ത കാലത്ത് നിങ്ങൾ പിരിഞ്ഞിരിക്കണം. ഈ വ്യക്തിയുമായി വീണ്ടും കൂടിച്ചേരുവാൻ നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പങ്കാളിയെ നിങ്ങൾക്കിനി നേരിട്ട് കാണുവാനായില്ലെങ്കിലും ഈ രംഗത്ത് ഇന്ന് ചില ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അടുത്തു തന്നെ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ ചില സൂചനകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വിശിഷ്ടമായത് എന്തിനെങ്കിലും പദ്ധതിയിടൂ.
Gemini. കരിയർ. നിങ്ങൾ ഒരു എഴുത്തുകാരനോ പത്രപ്രവർത്തകനോ ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കും. സാധ്യതയുള്ള ജോലികളുമായി ഇന്ന് നിങ്ങളുടെ ഫോൺ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. ഈ സാധ്യതകൾ അത്രയും കൈക്കലാക്കുവാനായി കുറച്ചധികം മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകുക. കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾക്കതിന്റെ ഗുണം ലഭിക്കും. Gemini. ഫൈനാൻസ്. സാമ്പത്തിക കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു വലിയ തീരുമാനമെടുക്കേണ്ടി വന്നേക്കാം. പെട്ടെന്നുള്ളതും ശരിയായതുമായ ഒരു തീരുമാനം നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുൻതൂക്കം ലഭിക്കുവാൻ ഇട നൽകും. നിങ്ങൾ ഉപകാരപ്രദമായ അഭിപ്രായങ്ങൾക്കായി നിങ്ങളുടെ ഉപദേശകർക്ക് ഒരു ചെവി നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്ന് അതിന് തുടക്കം കുറിക്കുവാൻ അല്ലെങ്കിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. വലിയ തുക സാഹസപ്പെടുത്തുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കുക. Gemini. ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ആവശ്യമില്ലാതെ വിഷമിക്കരുത്. അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഒരു ചെക്കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു, അല്ലെങ്കിൽ ഒരു പരിലാളന. അവരുടെ ആരോഗ്യത്തിനു മുകളിൽ ഒരു കണ്ണ് വെക്കുക. അവരുമൊത്ത് കുറച്ചു സമയം ചിലവഴിച്ച് അവരുടെ മാനസിക നില ഉയർത്തുക. Cancer. ഓവർവ്യൂ. ഇന്ന് കുറച്ചു സമയം ആശങ്ക കൂടുതലായിരിക്കും. അപ്പോൾ താങ്കൾ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ചിലവഴിക്കണം. നിങ്ങൾ കുറച്ചു സമയം സുരക്ഷിതനല്ലായിരിക്കും, എന്നാൽ വളരെ പെട്ടെന്നുള്ള സുരക്ഷിതത്വത്തിലെത്തും. ഇന്ന് നിങ്ങൾ സ്നേഹം ആഴ്ന്നിറങ്ങും. Cancer. റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് വൈഷമ്യങ്ങളെല്ലാം നീങ്ങുമെന്നും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ദിശയിലേക്ക് നീങ്ങുമെന്നും കാണുന്നു. നിങ്ങൾ ദീർഘകാലമായി പ്രകീർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുവാൻ കഴിഞ്ഞേക്കും. കുടുംബക്കാരും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കും. ഈ വിശിഷ്ട വ്യക്തി അവര് നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കും. ഈ നല്ല കാലം ആസ്വദിക്കുക. പടുത്തുയർത്തിയ ഈ സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും ഗുണവും ആസ്വദിക്കുക. Cancer. കരിയർ. ഔദ്യോഗിക രംഗത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലാണ് നല്ലതെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു ലക്ഷ്യം വെച്ച് അത് സാധ്യമാക്കുവാനായി പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും. ഒരു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ളവർക്കും ഇന്ന് നല്ല ദിവസമായിരിക്കും. Cancer. ഫൈനാൻസ്. വെറും ഊഹാപോഹങ്ങളുടെ പിൻബലം മാത്രമുള്ള പദ്ധതികളിൽ നിന്നും ഇന്ന് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളുടെ പണം നിങ്ങളുടെ പക്കൽ തന്നെ കഴിയാവുന്നത്ര നേരം സൂക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾ അധ്വാനിച്ച് നേടിയ പണത്തിൽ നിന്നും വേർപെടുത്തുവാൻ ആവത് ശ്രമിക്കും. എന്നാൽ നിങ്ങൾ അത്ര പെട്ടെന്ന് കബളിപ്പിക്കാനാവുകയില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. Cancer. ഹെൽത്ത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇന്ന് മുഴുക്കെ നിങ്ങൾ ലഘുചിത്തരായിരിക്കും. നിങ്ങളുടെ തിരക്ക് പിടിച്ച ദിനത്തിന് നന്ദി. ഇന്ന് മുഴുക്കെ നിങ്ങൾ ഓട്ടമായിരിക്കും. ഇടയ്ക്കിടെ ഒരു ദീർഘശ്വാസം വലിക്കുവാൻ സമയം കണ്ടെത്തുക. ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ ലഘുചിത്തത നിങ്ങളെ പിടികൂടും. ഇന്നത്തെ ദിനം നിങ്ങൾക്ക് ഉൽപാദകദായകമാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കരുത്. Leo. ഓവർവ്യൂ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താങ്കൾ ഇന്ന് ജീവിക്കുന്നു. താങ്കളുടെ സമയം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമിടയിൽ ചിലവിടുക. കാരണം ഇവ രണ്ടും താങ്കളെ സന്തോഷവാനാക്കുന്നു. ഈ ദിനങ്ങളിൽ ബന്ധങ്ങൾ സുഗമമായി പോവുകയും താങ്കളുടെ ഒരുപാട് നാൾ മുമ്പ് ഏൽപ്പിച്ച ചുമതല അദ്ദേഹത്തെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. Leo. റൊമാൻസ്. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ തിളക്കത്തിൽ മുങ്ങിത്താഴുക. ഇതിൽ നിങ്ങളുടെ പങ്കാളിയും കുടുംബവും പെടും. ഇന്ന് ഒന്നിച്ചുള്ള ഈ അടുപ്പം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരും. ആവോളം ആസ്വദിക്കുക. ചിരിക്കുക. പഴയ കാലങ്ങൾ ഓർക്കുക. ഭാവിയെക്കുറിച്ച് ആലോചിക്കുക. ഈ ദിനം തരുന്നതിൽ മുങ്ങിത്താഴുക. Leo. കരിയർ. ഇന്ന് ഒരു പുതിയ വ്യാപാരം തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും മനസ്സ് നിറയെ. ഒരു പുതിയ വ്യാപാര ബന്ധത്തിന് പറ്റിയ ദിനമാണിന്ന്. എന്നാൽ ഇതിനു മുമ്പേ ഒരു വിദഗ്ധന്റെ ഉപദേശം എന്തായാലും തേടണം. ഇപ്പോൾ നല്ല ഉപദേശത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അടുത്തു തന്നെ നിങ്ങൾക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. Leo. ഫൈനാൻസ്. ഇന്ന് ചില സാമ്പത്തിക മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നു. നല്ല വാർത്ത എന്തെന്നാൽ ഈ മർദ്ദത്തിലും നിങ്ങൾ പതറാതെ ഉദ്ദേശിക്കുന്ന ഫലം കൈവരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അവ നേടുവാനുള്ള പദ്ധതികളും. നിങ്ങളുടെ മേൽ എത്ര മർദ്ദം വന്നാലും നിങ്ങൾ അവയെ വളരെ എളുപ്പം നേരിട്ട് വിജയിച്ചു കയറുമെന്ന് ഉറപ്പാണ്. Leo. ഹെൽത്ത്. നിങ്ങൾ പ്രായമേറിയ വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ സന്ധികൾ ചില പ്രശ്നങ്ങൾ തരുന്നതായി നിങ്ങൾക്ക് തോന്നും. കാര്യമാക്കേണ്ട. വിശ്രമിക്കുവാൻ ശ്രമിക്കുക. ഈ വേദനകളും മറ്റും മാറിപ്പോകും.
നിങ്ങൾ വീണ്ടും പഴയപടിയാകും. അല്ല, നിങ്ങൾ നിങ്ങളുടെ സന്ധികൾക്ക് അമിതമായി ജോലി നൽകുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷകരമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക. Virgo, ഓവർവ്യൂ. നിങ്ങൾ നിയമപടയുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ ചില നാളുകൾക്ക് ശേഷം പുരോഗതി ഉണ്ടാകും. നല്ല വക്കീലിൽ നിന്നും ഉപദേശം സ്വീകരിക്കുക. ലഭിച്ച നന്മ കൈവിടാതെ സൂക്ഷിക്കുക. നിങ്ങൾ വളരെയധികം സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിയമപട നിങ്ങളുടെ നന്മ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. Virgo, റൊമാൻസ്. ഇന്ന് അനുരാഗത്തിനുള്ള അനന്ത സാധ്യതകൾ കാണുന്നു. ഇതിനു മുമ്പ് ഒരു പങ്കാളിയെ ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തവരിൽ നിന്ന്. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആ വിശിഷ്ട വ്യക്തിക്കായി കണ്ണു തുറന്നു വയ്ക്കുക. നിങ്ങൾ അവരെ ഒരു പങ്കാളിയെന്ന നിലയിൽ ചിന്തിച്ചിരുന്നില്ല, എന്നാൽ അവർ ചിന്തിച്ചിരുന്നു. Virgo, കരിയർ. ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അത് തുടങ്ങിവെക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. ഒരു പുതിയ സ്ഥാപനം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിലേക്കായി ഇന്ന് ആദ്യ പരിപാടി വയ്ക്കുക. ഇന്ന് തുടങ്ങുകയാണെങ്കിൽ യാത്ര എന്തായാലും സുഗമമായിരിക്കും. Virgo, ഫൈനാൻസ്. വസ്തുവ്യാപാരം അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ ഇന്ന് ലാഭകരമാകും. എന്നിരുന്നാലും എടുത്തു ചാടുന്നതിന് മുമ്പ് കൃത്യമായ വിശകലനം ചെയ്യുക. ചുരുക്കത്തിൽ നിക്ഷേപവുമായി മുന്നോട്ടു പോവുക, എന്നാൽ എടുത്തു ചാടരുത്. ഹ്രസ്വകാല ലാഭത്തിനുപരിയായി നിങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കണമെന്നും അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക അടിത്തറയ്ക്ക് ദീർഘകാല നിക്ഷേപങ്ങളാണ് നല്ലതെന്നും ഓർക്കുക. Virgo, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്കായി നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അമിത ജോലിഭാരവും വിഷമം പിടിച്ച ചില പ്രതിജ്ഞാബദ്ധതയും ചിലപ്പോൾ ജീവിതം ആസ്വദിക്കുവാനായി നമുക്ക് ലഭിക്കുന്ന സമയത്തെ പരിമിതപ്പെടുത്തുന്നു. അനാവശ്യ വേഗതയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും ഒന്ന് വിട്ടുനിൽക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാസ്ഥ്യം ആസ്വദിക്കാൻ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിനെ ഒന്ന് വെടുപ്പാക്കിയെടുക്കുവാൻ നിങ്ങൾ കുറച്ചു സമയം മാറ്റിവെക്കുക. Libra, ഓവർവ്യൂ. ബന്ധങ്ങളിൽ കുറച്ച് തിരച്ചിലിന് സാധ്യത കാണുന്ന ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടെ വിശ്വസ്തത കാണിക്കുവാനാകുന്നില്ലെങ്കിൽ ആ ബന്ധം ആദ്യം വേർപെടുത്താമെന്ന് ഉറപ്പുവരുത്തുക. Libra, റൊമാൻസ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഗാഢമാകുന്നു. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി കൂടുതൽ ആഴവും അർത്ഥവുമുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഇരുചെവിയും തുറന്നു തന്നെ കേൾക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിന് തുറന്ന മനസ്സോടെ ഇരിക്കുക. Libra, കരിയർ. നിങ്ങളുടെ തൊഴിൽ മേഖല അഭിമാനത്തോടെയും ആവേശത്തോടും ഉയർന്നു പോകുന്നതായി കാണും. ഈ ഉറപ്പായ പുരോഗതി കാള കൊമ്പുകുലുക്ക് മുന്നോട്ടു പോകുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറുന്നതുപോലെ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളും മാറാൻ കഴിയുന്നതായി തോന്നും. മുന്നോട്ടു പോവുക. Libra, ഫൈനാൻസ്. ഈയിടെ നിങ്ങൾ ചെയ്ത അമിതവ്യയത്തിന്റെ പരിണിത ഫലങ്ങൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കും. നിങ്ങൾ വാങ്ങിയ ആ ആഡംബര വസ്തു നിങ്ങളുടെ ബജറ്റിൽ ഇല്ലാത്തതായിരുന്നു, എന്നാലും നിങ്ങൾ വാങ്ങിപ്പോയി. നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണം ഒന്നുകൂടി തിരുത്തുക, എന്നിട്ട് മുന്നോട്ടു പോകുക. വാങ്ങലുകാരന്റെ ആ പശ്ചാത്താപത്തിൽ മാത്രം ഇന്ന് മുഴുകാതിരിക്കുക. Libra, ഹെൽത്ത്. ഭക്ഷണകാര്യത്തിൽ ഈയിടെയായി നിങ്ങൾ ബുദ്ധിശൂന്യമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇന്ന് നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. നാക്കിന് രുചിയുള്ളതുകൊണ്ട് ശരീരത്തിന് ഗുണകരമായിരിക്കണം. ഭക്ഷണത്തിന്റെ തിരഞ്ഞെടുപ്പ് ഇന്ന് ബുദ്ധിശൂന്യതയോടെ ആകരുത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഊർജ്ജ നിലവാരം കുത്തനെ മുകളിലോട്ടു പോകും. ശരീരഭാരം താഴോട്ടും. നിങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ കുടിക്കുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കുക. അത് നിങ്ങളുടെ പൊതുവായ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തും. Scorpio, ഓവർവ്യൂ. നിങ്ങളുടെ നിഷ്പക്ഷത അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ആളിനെ പറ്റിയുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ള അറിവും അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ സുഹൃത്ത് ബന്ധം നിങ്ങളുടെ സുഹൃത്തിന് നല്ലതിന്റെ ഒരു ലോകം തന്നെ സമ്മാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ കുരുന്നു ഭാവിയിൽ തിരിച്ചും നൽകപ്പെടും. Scorpio, റൊമാൻസ്. ഈയിടെയായി പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പങ്കാളികൾക്ക് ഇന്ന് അവരുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുന്നതായും ബന്ധത്തിലേക്ക് യോജിപ്പ് വീണ്ടും തിരിച്ചു കയറുന്നതായും തോന്നും. ഈ പ്രക്രിയ തുടരുവാനായി കഠിനാധ്വാനം ചെയ്യുക, കാരണം അല്ലാതെ അത് സംഭവിക്കുകയില്ല. ശുഭമായി ചിന്തിക്കുക. നിങ്ങളുടെ ദീർഘകാല ബന്ധം ലക്ഷ്യമിടുക. Scorpio, കരിയർ. നിങ്ങളുടെ തൊഴിലിന്റെ ദിശ എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ഏത് സംശയവും നീക്കുന്നതിന് നിങ്ങൾ യത്നിക്കാൻ ഇന്ന് തയ്യാറായിരിക്കണം. ഇവ ഇന്ന് എവിടെ ലഭിക്കും എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരു തൊഴിലും നിങ്ങളിൽ മതിപ്പുളവാക്കുന്ന ഒരു സാരാംശവുമുള്ള ഏതെങ്കിലും ഒരാളെ കണ്ടെത്തുക. മറ്റ് വിദഗ്ധരുടെ തൊഴിലിലുള്ള തെരഞ്ഞെടുപ്പുകളും തെറ്റുകളും മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. Scorpio, ഫൈനാൻസ്.
ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് വലയത്തിൽ നിന്നാരെങ്കിലും നിങ്ങളോട് പണം കടം ചോദിക്കുമെന്ന് ഉറപ്പിക്കുക. നല്ലവണ്ണം ആലോചിച്ചു മാത്രം കടം കൊടുക്കുക. കാരണം ഈ കടം തിരിച്ചു കിട്ടുവാൻ വളരെ സമയമെടുക്കും. ഇന്ന് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുകയാണ് ഉത്തമം. Scorpio, ഹെൽത്ത്. നിങ്ങൾക്ക് എന്തോ ഒരു അസ്വാസ്ഥ്യം ഉള്ളതുപോലെ തോന്നുവാൻ സാധ്യതയുണ്ട്. അത് ഗൗരവമുള്ളതോ ഗുരുതരമോ അല്ല. പക്ഷേ അത് നിങ്ങളെ ഉന്മേഷക്കുറവുള്ളവനും വിഷണ്ണതയും അനുഭവപ്പെടുന്നു. കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾക്ക് സന്തോഷവും സുഖവും നൽകുന്ന ചെറിയ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വേഗത്തിൽ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരും. Sagittarius, ഓവർവ്യൂ. ചില സമയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിലക്കിയെന്ന് വരാം. ആ അവസ്ഥയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയും മാനസിക നിയന്ത്രണത്തോടുകൂടിയും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാനസിക നില തകർക്കുകയും അത് ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. Sagittarius, റൊമാൻസ്. ഇന്ന് അനുരാഗം ഉണ്ടാകുമെന്ന് കാണുന്നു. അടുത്തയിടെ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടായിരുന്ന ഒരു സുഹൃത്തുമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായി കാണുന്നു. നിങ്ങൾ ചെയ്തു കൊടുത്ത ഈ സഹായം ഈ വ്യക്തിയിൽ ചില അനുരാഗത്തിന്റെ മുട്ടുകൾ വിരിയിച്ചതായി നിങ്ങൾക്ക് തോന്നിക്കാം. നിങ്ങളിലും അങ്ങനെ ഒരു വികാരം ഉടലെടുക്കുന്നതായും നിങ്ങൾക്ക് കാണാം. ഇത് കൂടുതൽ പരിശോധിക്കുക. അത് എങ്ങോട്ട് പോകുന്നുവെന്നും കാണുക. Sagittarius, കരിയർ. ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കുവാനായി നിങ്ങൾ കഠിനാധ്വാനിയാകേണ്ടുന്ന, ആത്മാർത്ഥത കാണിക്കേണ്ടുന്ന, ക്ഷമയോടെ പെരുമാറേണ്ടുന്ന, സത്യസന്ധമായിരിക്കേണ്ടുന്ന സമയം ആഗതമായിരിക്കുന്നു. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും ഗുണകരമായേക്കും. നിങ്ങളിൽ നിന്നുള്ള ഉൽപാദനക്ഷമതയുടെ കുറവ് മാനേജ്മെന്റ് ശ്രദ്ധിക്കും. അത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കും. കഠിനാധ്വാനം ചെയ്യുക. അത് നിങ്ങളെ ബഹുദൂരം മുന്നോട്ട് നയിക്കും. Sagittarius, ഫൈനാൻസ്. നിങ്ങൾക്കുള്ള കടബാധ്യതകളുടെ കണക്കെടുക്കുക. ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള അമിത ഷോപ്പിങ്ങിനെ കുറിച്ച് ബോധമുണ്ടാകുക. ഈ സംവിധാനം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആകെയുള്ള കടബാധ്യത എങ്ങനെ കൊടുത്തു തീർക്കാമെന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക. കടബാധ്യതകളെക്കുറിച്ച് സ്വയം ബോധമില്ലായ്മ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. Sagittarius, ഹെൽത്ത്. നിങ്ങൾക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരസുഖത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു. എന്നിരുന്നാലും തുടക്കത്തിൽ ഇനിയൊരു ആവർത്തനം ഉണ്ടാകാതിരിക്കുവാനായി നിങ്ങൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ അവഗണന അസുഖം വീണ്ടും വരുവാൻ കാരണമാക്കുമെന്നത് നിങ്ങൾ ഓർക്കണം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചെറിയ കളികളിൽ ഏർപ്പെടുകയും ചെയ്ത് അതിന്റെ മുഴുവൻ ഫലവും സ്വായത്തമാക്കുക. Capricorn, ഓവർവ്യൂ. ഈ സമയത്തേക്ക് ഉത്തരവ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഉന്നതാധികാരി ചില ചെറിയ പദ്ധതികൾ നടപ്പിലാക്കാമായിരുന്നു. ഉദ്യോഗസ്ഥ വർഗവുമായുള്ള മൽപ്പിടുത്തത്തിലൂടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ കാര്യം മാറ്റിവെക്കപ്പെടും. Capricorn, റൊമാൻസ്. നല്ല മൂഡും പരസ്പരം ശ്രദ്ധിക്കുന്ന സ്വഭാവവും ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതത്തെ കാർമേഘത്തിലേറ്റാതെ നോക്കും. നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം സ്നേഹം ആസ്വദിക്കാൻ കാരണമാക്കും. അതുവഴി യഥാർത്ഥ സ്നേഹമെന്തെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ഇത് അത്ഭുതകരമായ ആനന്ദം നൽകുന്നത് കൂടാതെ ജീവിതകാലം മുഴുക്കെ ആസ്വദിക്കാനുള്ള ഒരു നിധി കൂടിയാകും. അതിലുമപ്പുറം ജീവിതത്തെക്കുറിച്ച് ശുഭമായി ചിന്തിക്കുവാൻ ഇതൊരു കാരണമാകുകയും ചെയ്യും. Capricorn, കരിയർ. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ വളരെ നല്ല ജോലിയിലെത്തിക്കും. നിങ്ങളുടെ രംഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി ആകാവുന്നതൊക്കെ ചെയ്യുക. നിങ്ങളുടെ ദീർഘകാല അതുപോലെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് പുനരവലോകനം ചെയ്യുവാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക. Capricorn, ഫൈനാൻസ്. നിങ്ങൾക്ക് സ്വന്തമായി വ്യാപാരമുണ്ടെങ്കിൽ ദീർഘകാലത്തിൽ നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടാക്കും വിധം നിങ്ങൾക്ക് ഈ വ്യാപാരം വിപുലപ്പെടുത്തുന്നത് ഇന്ന് ആരംഭിക്കാം. നിങ്ങളൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒരു ശമ്പള വർധന എങ്ങനെ ചോദിക്കാമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഒരുപക്ഷെ കൂടുതൽ ജോലി ഭാരമേറ്റെടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമെടുത്ത് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. Capricorn, ഹെൽത്ത്. മുടികൊഴിച്ചിലായിരുന്നു നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇന്നു മുതൽ അത് കുറയുന്നതായി അനുഭവപ്പെടും. തീർച്ചയായും ഇതൊരു നല്ല മാറ്റമാണ്. ഈ നല്ല മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ ശാരീരിക സൗന്ദര്യത്തെക്കുറിച്ചും അതുപോലെ മൊത്തത്തിലുള്ള നിങ്ങളുടെ നല്ല ആരോഗ്യത്തെക്കുറിച്ചും. Aquarius, ഓവർവ്യൂ. ഇന്നത്തെ വീട്ടിലെ അന്തരീക്ഷം സന്തോഷവും ആനന്ദവും നിറഞ്ഞതായിരിക്കും. സാധാരണ ചിലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ന് കുടുംബവുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും കൂടുതൽ സമയം സംസാരിച്ചും ചാറ്റ് ചെയ്തും നിങ്ങൾക്കിടയിലെ ബന്ധം ദൃഢപ്പെടുത്തും. Aquarius, റൊമാൻസ്. നിങ്ങളൊരു അനുരാഗ പങ്കാളിയെ തിരയുകയായിരുന്നുവെങ്കിൽ
ഇതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അവിശ്വാസം ഇന്ന് മാറ്റിമറിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഉത്തമ പങ്കാളിയെ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. ഇന്ന് കണ്ടുമുട്ടിയ പങ്കാളിയോടുള്ള നിങ്ങളുടെ വികാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചേക്കാം. എന്നിരുന്നാലും നിങ്ങളെ കാത്ത ഒരു പങ്കാളി അടുത്തെവിടെയോ ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണിത്. Aquarius. കരിയർ. തടസ്സങ്ങൾ അകന്നുപോകുന്ന രീതിയിൽ ഇന്ന് നിങ്ങൾ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു സ്ഥലം കണ്ടെത്തും. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ഒഴിഞ്ഞു മാറുന്നതായി കാണാം. അതുകൊണ്ട് ശ്രദ്ധ മാറിപ്പോകലിന്റെ അളവ് കുറയ്ക്കാനായി നിങ്ങൾ ഈ സ്ഥാനത്ത് യുക്തി പ്രയോഗിക്കണം. ലക്ഷ്യം കണക്കാക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഒരളവ് കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാം. Aquarius. ഫൈനാൻസ്. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ എന്നിവയെ കൂടാതെ നിങ്ങൾ മറ്റ് രംഗങ്ങളിലും നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘകാല ലാഭത്തിനായി വ്യാപാര സമുച്ചയം അല്ലെങ്കിൽ ഗാർഹിക സമുച്ചയം എന്നിവയിൽ നിക്ഷേപിക്കുക. ഇന്ന് ഒരു വസ്തു തിരഞ്ഞുപിടിക്കണമെന്നല്ല. ഇന്നു മുതൽ നിങ്ങൾ ഈ ഗവേഷണം തുടങ്ങുകയാണെങ്കിൽ അത് നല്ല ഫലം നൽകുമെന്നർത്ഥം. Aquarius. ഹെൽത്ത്. കണ്ണിന് കാണുന്ന എന്തു പ്രശ്നത്തിനും ഇന്ന് ഉടനടി ചികിത്സ തേടണം. TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നിവയ്ക്ക് മുന്നിൽ ദീർഘനേരം ചിലവഴിച്ചത് കണ്ണിന് അമിത ആയാസം കൊടുത്തിരിക്കുന്നു. വിശ്രമത്തിനുള്ള സമയമാണിപ്പോൾ. ക്യാരറ്റും വിറ്റാമിൻ എ അടങ്ങുന്ന പഴങ്ങളും ധാരാളം കഴിക്കുക. ചെറിയ അക്ഷരങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ഉടൻ ഒരു ഡോക്ടറെ കാണുക. Pisces. ഓവർവ്യൂ. വയസ്സായവരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ കഠിന പ്രയത്നങ്ങളാണെന്ന് ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ നാവിനെ നിയന്ത്രിക്കുക. അല്ലെങ്കിൽ വായിൽ നിന്നും വീണതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. Pisces. റൊമാൻസ്. നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പരസ്പരം അഭിനിവേശവും സന്തോഷവും പങ്കുവയ്ക്കുന്ന ദിനമായിരിക്കും. ഇന്നത്തെ ദിനം ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഇതുവരേക്കും നിങ്ങൾ പങ്കുവെച്ചതിനെ അറിയിക്കുവാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പ്രകീർത്തിക്കുവാനും ഉപയോഗിക്കുക. ഇന്ന് ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കുക. ആ സമയത്ത് ആവത് ചിരിക്കുകയും കൂട്ട് ആസ്വദിക്കുകയും ചെയ്യുക. ആസ്വദിക്കേണ്ട ദിനമാണ്. Pisces. കരിയർ. അമിത സമ്മർദ്ദമുള്ളപ്പോഴും ശാന്തമായിരിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ മതിപ്പുണർത്തും. ഇതുകൂടാതെ പൊതുജനവുമായി ഒത്തിണങ്ങി പോകുവാനുള്ള നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് നിങ്ങളുടേതെന്ന പോലെ മറ്റുള്ളവരുടെ ഗുണത്തിനെയും നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാം. നിങ്ങളിലെ ഈ നല്ല സ്വഭാവങ്ങൾ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാക്കും. നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. Pisces. ഫൈനാൻസ്. ഈയിടെയായി നിങ്ങൾ കടകളിൽ കയറിയിറങ്ങുകയായിരുന്നു. അമിത വ്യയം നിർത്തി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കീശയിലിടുക. ഈയിടെയായി ആഡംബരത്തിനായി നിങ്ങൾ വളരെയധികം പണം ചിലവാക്കുന്നു. അത് നിങ്ങൾക്ക് ആനന്ദവും നൽകിയിരുന്നു. എന്നാൽ അതിന് ഒരു വിരാമമിടുവാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ വാങ്ങിച്ചതിൽ ആനന്ദം കണ്ടെത്തുക. ജീവിതത്തിൽ തൊട്ടറിവാൻ കഴിവില്ലാത്തവയെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. Pisces. ഹെൽത്ത്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതായും ഊർജം കുറയുന്നതായും ഇന്ന് നിങ്ങൾക്ക് തോന്നും. അപ്രതീക്ഷിതമായ ഒരു അശുഭ വാർത്ത ഇന്ന് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനെതിരെ കരുതലോടെ ഇരിക്കുക. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. അനാവശ്യ പിരിമുറുക്കങ്ങൾ തലയിൽ വലിച്ചു കയറ്റാതിരിക്കുക. കുറച്ച് യോഗാഭ്യാസവും ധ്യാനവും മാത്രം മതി ഇന്ന്. അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും.